ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പറയുകയാണ്, അജയനെ ഇവൾ ചതിച്ചു, അതിൻ്റെ പ്രതികാരമാകും അജയൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിനാ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അവന്തികേട്ടത്തി എന്താ ഈ പറയുന്നത്? ആതിര അജയനെ ചതിച്ചെന്നോ? അതിന് ആതിര ഇവനെ സ്നേഹിച്ചിട്ട് വേണ്ടേ ചതിക്കാൻ? ഇത് കേൾക്കുന്ന അവന്തിക ചോദിക്കുകയാണ്, ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവളെന്തിനാ ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് വിവാഹത്തിന് സമ്മതിച്ചത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാ. ഇവരെല്ലാവരും ചെയ്തു വെച്ച ഓരോന്നിന് അച്ഛനും ഞാനും അടക്കം ഇവിടെയുള്ള എല്ലാവരുമല്ലേ അനുഭവിക്കേണ്ടി വരുന്നത്. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാന്ന് പറഞ്ഞ് അവന്തിക മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സേതു പറയുകയാണ്, മാഷെ നിങ്ങളൊന്നും കരുതരുത്, അവന്തികയ്ക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. എന്താണെങ്കിലും അജയനെ വേഗത്തിൽ പോലീസ് പിടിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ മാത്രമേ കുടുംബത്തിന് മനസ്സമാധാനം ഉണ്ടാകൂ. ഇത് കേൾക്കുന്ന ആതിര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ സച്ചിയും ആതിരയുടെ പിന്നാലെ പോകുന്നു. തുടർന്ന് ആതിരയെ സമാധാനിപ്പിച്ചുകൊണ്ട് സന്ദീപ് പറയുകയാണ്, എടോ അവന്തികേട്ടത്തി പറഞ്ഞ കാര്യം കേട്ട് താൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവനൊരു വൃത്തികെട്ടവനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? ഏട്ടത്തിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കുമെന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുകയാണ്, അങ്ങനെ സന്ദീപിനെ പോലെ ഏട്ടത്തി പറയുന്ന എല്ലാ കാര്യവും കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത എന്നേക്കുമായിട്ട് പോകരുത് എന്ന് കരുതി മാത്രമാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ ആരോടും ഒന്നും മിണ്ടാത്തത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് സന്ദീപേ. സന്ദീപിന് എൻ്റെ സ്വഭാവം അറിയാവുന്നതാണല്ലോ. അല്ലെങ്കിൽ സന്ദീപും ഇതിൻ്റെ എല്ലാം കാരണക്കാരി ഞാനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എടോ താൻ വിഷമിക്കാതെ, ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. താഴെ ഞാൻ മിണ്ടാഞ്ഞത് താൻ പറഞ്ഞ ആ കാരണം കൊണ്ട് തന്നെയാ. ഞാനോ താനോ കാരണം ഇവിടെ ആരും വേദനിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ആതിരയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന നന്ദനെയാണ്. അതേസമയം അവന്തിക മുറിയിലേക്ക് വരുന്നു. എന്താ നന്ദേട്ട ആലോചിക്കുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കുകയാണ് നന്ദൻ. നിങ്ങൾക്കിതിൻ്റെ വല്ലോ കാര്യവുമുണ്ടായിരുന്നോ? ഞാൻ ചെലവിൻ്റെ തന്ന് നിങ്ങളെ ഒളിസങ്കേതത്തിൽ താമസിപ്പിച്ചതല്ലേ? അവിടെ വല്ലതും നിന്നാ പോരായിരുന്നോ? ആ അർച്ചനയും അവളുടെ വീട്ടുകാരെയും നിങ്ങൾ തലയിക്കേറ്റി വെച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. അർച്ചനയോടും വീട്ടുകാർക്കും എനിക്ക് വിദ്വേഷം തോന്നാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ പറയുന്നതെന്നേ എനിക്കറിയാം. പക്ഷേ അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് നന്ദൻ പറയുന്നു. പിന്നെ നിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം കൂടി പറയാം. ആ അജയൻ ഏത് തരക്കാരനാണെന്നും അവനെ സഹായിച്ചത് ആരാണെന്നുമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്താലേ അവൻ്റെ വായിൽ നിന്ന് വരുന്ന പേര് അവന്തിക എന്നാണെങ്കിൽ പിന്നെ നിന്നെ ഞാനേ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ അന്ന് തന്നെ തീർക്കും. നന്ദൻ എന്തിനാ എന്നെ വെറുതെ സംശയിക്കുന്നത്? ഞാൻ ചെയ്ത കാര്യമാണെങ്കിലേ ആരുടെ മുഖത്ത് നോക്കിയും ഇത് പറയാൻ എനിക്കൊരു പേടിയുമില്ല. അത് തുറന്നു പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ആലോചിക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് SP ആണ്. അജയന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് SP. അജയന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് SP. അതിലെ ഒരു നമ്പറിലേക്ക് സംശയത്തോടെ SP നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യയും അർച്ചനയും നന്ദനയുമാണ്. സന്ധ്യ പറയുകയാണ്, അജയൻ അവന്തികയുടെ ആളാണെന്നതിൽ ഒരു സംശയവുമില്ല. ഇനി ഒരു പക്ഷേ അവന്തിക തന്നെ ആകുമോ അജയനെ ധവനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക? ഏയ്, അങ്ങനെ വരാൻ വഴിയുണ്ടാകില്ല ഡോക്ടർ. മീരടത്തിലെ ഒരകന്ന ബന്ധുവാണ് ഈ അജയൻ. അതിനുശേഷമാ അവന്തികേട്ടത്തി അജയനെ പരിചയപ്പെടുന്നത്. തുടർന്ന് നന്ദനും പറയുകയാണ്, ഞാനും അവന്തികയോട് കുറേ വട്ടം ചോദിച്ചു. അവൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നാ പറയുന്നത്. അജയനെ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും തീർച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും സന്ധ്യയും അർച്ചനയും പറയുകയാണ്. അതേസമയം അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. സച്ചിയേട്ടനാണെന്ന് പറഞ്ഞ് അർച്ചന മാറി നിൽക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, അച്ഛൻ്റെ കാര്യം ഓർത്ത് മാത്രമാണ് അവന്തികയോട് ക്ഷമിച്ചതെന്ന് നന്ദൻ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. കുറ്റബോധത്തിലും അവന്തികയോട് ഇപ്പോഴും നന്ദന് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. സന്ധ്യ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയുണ്ട്. ഞാൻ അവളെ എത്രയേറെ സ്നേഹിച്ചോ അത്രയേറെയാ അവൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ദ്രോഹിച്ചത്. അതോടെ ആ പഴയ നന്ദനെ ഇല്ലാതായിപ്പോയി. ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന തോന്നലിലാണ് ഞാനും അവന്തികയും ഒരേ മുറിയിൽ കഴിയുന്നത്. മുൻപ് എപ്പോഴെങ്കിലും അവൾ എന്നോട് മാപ്പ് പറഞ്ഞ് എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മുഖത്ത് നോക്കി ഒരു കുറ്റബോധവുമില്ലാതെ കൊല്ലും കൊല്ലും എന്ന് പറയുന്ന ഒരാൾക്ക് എവിടെയാ ഇഷ്ടം തോന്നുക? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ താലി കെട്ടിയ ആ കഴുത്ത് ഞാൻ തന്നെ ഞെരിച്ച് അവളെ കൊല്ലും. തുടർന്ന് സന്ധ്യ പറയുകയാണ്, നമ്മളെപ്പോലെയൊക്കെ ഒരു പാവമായിരുന്നു എൻ്റെ ഇക്കയും. മതക്കാരിയെ വിവാഹം കഴിച്ചു സ്നേഹിച്ചു എന്ന പേരില ഇക്കയെ കുടുംബത്തിൽ നിന്നും പുറത്താക്കിയത്.
പക്ഷേ നാളിതുവരെ എന്നോട് അതിനെ ചൊല്ലി ഒരു കുറ്റബോധവും പറഞ്ഞിട്ടില്ല. എനിക്കും നന്ദനും ഒരേ ജീവിതം തന്നെയാ. പക്ഷേ രണ്ടും രണ്ട് സാഹചര്യത്തിലായിപ്പോയി എന്ന് മാത്രം. നല്ലൊരു ഭർത്താവായിരുന്നു എൻ്റെ ഇക്ക. നല്ലൊരു ഭാര്യയാകാൻ അവന്തികയ്ക്ക് ഒരിക്കലും കഴിയില്ല. ഇതൊക്കെ കേൾക്കുന്ന നന്ദൻ ചോദിക്കുകയാണ്, മറ്റൊരു വിവാഹത്തെക്കുറിച്ച് സന്ധ്യയ്ക്ക് ആലോചിച്ചൂടെ? ഇത് കേൾക്കുന്ന സന്ധ്യ വിഷമത്തോടെ നന്ദനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.